ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തപ്പോൾ ഈ പാക്ക് ചെയ്യണമെന്നല്ലേ. ചിലർക്കൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാവും. ഫിഷിങ്ങിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇതും എടുത്തിട്ട് ഒരു ഫിഷിങ്ങിന് പോവാണ്. ദുബായിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, മോർണിംഗ് എത്തി. എന്നിട്ട് രാത്രി ഇവിടുത്തെ 2:30ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടൊയോട്ടയുടെ ഒരു കാറിൽ കയറിയിട്ട് പിന്നെ പോവാണ്. റാഷിൻ്റെ 3 സുഹൃത്തുക്കളുണ്ട്, കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കറാമേന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അജ്മാനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അജ്മാനിലാണ് നമുക്ക് ഫിഷിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അവിടെ പോയിട്ട് നമ്മൾ ഫിഷ് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ദുബായ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ചുറ്റും കാണുന്ന ഒരു കാഴ്ചകൾ. ഞാൻ 2019 ഓൾറെഡി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മതി വരാത്ത മനസ്സിന് എത്രയോ ഒരു പീസ് ഓഫ് മൈൻഡ് അത് കിട്ടുന്ന ഒരു സ്ഥലമാണ് ദുബായ്. പിന്നെ ഒരുപാട് ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറിയുടെ അങ്ങേ അറ്റാണ്. നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും റോഡായിക്കോട്ടെ, ബിൽഡിങ്സ് ആയിക്കോട്ടെ, നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, ബുർജ് ഖലീഫ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പുള്ള ക്ലൈമറ്റാണ്. കണ്ടോ, അതാണ് ബുർജ് ഖലീഫ, ആ ദൂരത്ത് കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ബീച്ചിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫിഷിങ്ങിന് പോവുകയാണ് ചെയ്യുക. സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അറബികളാന്ന് തോന്നുന്നു. ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കണം. ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഇവരിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരെ പാട്ട് കേൾക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുന്ന കാണുന്നുണ്ട്. നല്ല വേറെ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇതാണ് ഈ ഒരു കായലും കടലും കൂടിച്ചേരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയാണിപ്പോൾ ഫിഷിങ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ രാത്രി സമയം ഒരു 2:30-3 മണിയായി കാണണം. ഇപ്പോൾ രാവിലെ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മീൻ കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും കണ്ട് തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഷെയ്ക്കിൻ്റെ ഒരു ലക്ഷറി വില്ല ഉണ്ട് ഇതിൻ്റെ ഐലൻഡിൽ. കണ്ടോ, ഒരു മീൻ അങ്ങനെ നമുക്ക് അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ്. ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തമൂർ എന്ന് പറയുന്ന ഒരു മീനാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഫസ്റ്റ് മീൻ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. കറാമയിൽ നിന്നും വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട്. നമ്മളിപ്പോൾ കാറിൽ പോയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടി. എന്തായാലും നമ്മൾ ഇതോടുകൂടി നിർത്താനൊന്നും പോകുന്നില്ല, രാവിലെ വരെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ മീനും കൂടി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ, പക്ഷെ മറന്നുപോയി സംഭവം. ഷാറൂഖിനാണ് ഈ മീനെ കിട്ടിയിട്ടുള്ളത്. നോക്കാം. വേറൊരു സഹായിയും കൂടെ അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, മറ്റേ ആൾ ചെയ്യുന്ന നോക്കിക്കോ. അയാളുടെ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിനോട്ട് ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട് ഇവരെന്തായാലും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വലിയ മീനാണ്, കാരണം ഇയാൾ കുറേ പണിപ്പെടുന്നുണ്ട് ഇതിനെ വലിച്ച് കരക്ക് കയറ്റാൻ. എന്തായാലും നമുക്ക് നോക്കാം ഏതാ മീൻ. പിന്നെ എന്തായാലും വലുപ്പമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ആ ദൂരെ കാണുന്ന കണ്ടോ നിങ്ങൾ, അതാണ് ശരിക്കും പ്രൈവറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് ഷെയ്ക്കിൻ്റെ. അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് അധികം അങ്ങോട്ട് പോവാത്തത്. പിന്നെ മൂപ്പരെന്തായാലും വലിച്ചു കയറ്റൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ ആയിട്ടും സാധനം മുകളിലേക്ക് കയറിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റിക്ക് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്റ്റിക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. നല്ല ഷെയ്ക്കിങ് ഉണ്ട് സംഭവം. അതിൻ്റെ ആ മുകളിൽ അറ്റത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ മൂപ്പരുടെ കൂടെ വേറൊരു സുഹൃത്തും കൂടി കാണുന്നുണ്ട്. രണ്ടാളും നല്ല ഹാപ്പിയിലാണുള്ളത്. നല്ല ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയിലാണ് രണ്ടാളും ഉള്ളത്. എന്തായാലും ഇവർക്കിത് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തേക്ക് തന്നെ ഇപ്പം വേറെ ഒന്നും വാങ്ങേണ്ടി വരില്ല. ഈ മീൻ തന്നെ മതിയാവും തോന്നുന്നു. ഈ മീനിനെ ഞാൻ ശരിക്കും കണ്ടു കേട്ടോ.
നിങ്ങളും കാണുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഏതാ ആ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിലൊരു വൈറ്റ് കളർ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, അത് തന്നെയാണ് മീൻ. അപ്പോൾ കരക്കെത്താറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വരട്ടെ അങ്ങനെ വരട്ടെ. യെസ്, കരക്കെത്താറായിട്ടുണ്ട് കേട്ടോ. സെറ്റ്, എത്തി കരക്കെത്തിയിട്ടുണ്ട്. അയ്യോ മിസ്സായിട്ടോ. ലാസ്റ്റ് കുറേ പണിപ്പെട്ടതിന് ശേഷം മീൻ മിസ്സായിപ്പോയി. ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയായിപ്പോയി ഇത്. എന്താ ചെയ്യുക? എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ വൈകിപ്പിക്കുന്നില്ല. നമ്മൾ തിരിച്ച് നാട്ടിലോട്ടല്ല നമ്മൾ റൂമിലോട്ട് തിരിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. ദുബായിയുടെ കാഴ്ചകൾ കണ്ടോ നിങ്ങൾ? പിറ്റേ ദിവസം മോർണിംഗായി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഉറക്കം ചെറുതായിട്ട് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇനി എന്തായാലും നമുക്ക് നാളത്തെ പരിപാടി നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇന്നിപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോയിട്ട് ഈ ഫിഷ് ഒന്ന് റെഡിയാക്കി ഇതിനെയും കൂടി കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ എന്തായാലും കാണാം. അപ്പോൾ ദുബായിയുടെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് എന്തായാലും മറ്റൊരു ദിവസം വീണ്ടും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗായ്സ്. എല്ലാവർക്കും ബൈ.